ഹരേ രാമ ഹരേ കൃഷ്ണ. ശിവയോഗം. പോരാടം നക്ഷത്രക്കാർക്ക് ഹനുമാന്റെ അനുഗ്രഹം ജീവിതത്തിൽ അത്ഭുതം പോലെ വന്നു ചേരും. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന 5 രാശിക്കാർ ഇവരാണ്. ഈ ഏപ്രിൽ മാസത്തിൽ ചന്ദ്രൻ മകരം രാശിയിലേക്ക് നീങ്ങുവാൻ പോകുന്നു. കൂടാതെ ഇന്ന് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. ഈ ദിവസം ശിവയോഗം, മാളവ്യയോഗം, പൂരാട നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം വന്നുചേരുന്നു. ജ്യോതിഷപ്രകാരം 5 രാശിക്കാർക്കാണ് ഈ രൂപം കൊള്ളുന്ന ഐശ്വര്യങ്ങളുടെ ഗുണഫലങ്ങൾ വന്നുചേരുന്നത്. ഈ രാശിയിലുള്ളവർക്ക് നിക്ഷേപത്തിൽ നിന്നും വലിയ ലാഭങ്ങൾ വന്നുചേരും. പ്രൊഫഷണൽ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം ശക്തിപ്പെടുകയും ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളും മാറി മറിയുകയും ചെയ്യും. ഏപ്രിൽ 2 ചൊവ്വാഴ്ച. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഇനി ഈ രാജയോഗങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാർക്ക് ഏപ്രിൽ 2 ഇന്നു മുതൽ വന്നു ചേരുന്നത് ഗുണകരമായ ദിവസങ്ങളായിരിക്കും. ഇടവം രാശിക്കാർക്ക് അവരുടെ ചിലവുകൾ എളുപ്പത്തിൽ നിറവേറ്റുവാനും പണം ലഭിക്കുവാനും ഭാഗ്യം വന്നു ചേരും. ചൊവ്വയുടെ അനുകൂല സ്ഥാനം കാരണം നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും അതുമൂലം വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിൽ വന്നു ചേരും. കുടുംബജീവിതം വളരെയധികം സന്തോഷത്താൽ അലയടിക്കും. ഇനി നിങ്ങളിൽ വന്നു ചേരുന്ന ദോഷപരിഹാരങ്ങൾക്കായി ശത്രു തടസ്സങ്ങളും അകറ്റുവാൻ വേണ്ടി ചൊവ്വാഴ്ച വ്രതമെടുത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ 21 ദിവസം ബജ്രംഗ് ബാന ചൊല്ലുക. അടുത്തത് മിഥുനം രാശിക്കാരാണ്. ഏപ്രിൽ 2 മിഥുന രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. നിങ്ങൾക്ക് വേഗത്തിൽ പണം സമ്പാദിക്കുവാൻ കഴിയും. കൂടാതെ കരിയർ മുന്നേറ്റത്തിന് നിരവധി ശുഭകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രണയിതാക്കൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ അതെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യും. ബന്ധത്തിൽ വീണ്ടും പുതുമ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ച നിലയിലെത്തുന്നതായിരിക്കും. ജോലിയുള്ള ആളുകൾക്ക് നാളെ മറ്റേതെങ്കിലും കമ്പനിയിൽ നിന്നും നല്ല ഒരു ഓഫർ വന്നു ചേരാവുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടും. ഇനി വന്നു ചേരാവുന്ന ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ ഒരു പാത്രം വെള്ളം വയ്ക്കുക. 21 ദിവസം ഹനുമാൻ ബാഹു പാരായണം ചെയ്യുക. പാഠം കഴിഞ്ഞ് എല്ലാ ദിവസവും വെള്ളം കുടിക്കുക. അടുത്ത ദിവസം മറ്റൊരു വെള്ളം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. കന്നി രാശിക്കാരുടെ ചില ദീർഘകാല ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങളുടെ തീർപ്പ് കൽപ്പിക്കാത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പഴയ നിക്ഷേപത്തിൽ നിന്നും നിങ്ങൾക്ക് വലിയ ലാഭങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ആശങ്കാകുലനാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ അതെല്ലാം നീങ്ങിക്കിട്ടും. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം തിരികെ ലഭിക്കുകയും ചെയ്യും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനം മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമാകും. തൊഴിൽ തേടി അലയുന്ന ആളുകൾക്ക് ഇന്ന് നല്ല വാർത്തകൾ വന്നു ചേരും. നിങ്ങളുടെ സഹോദരനുമായുള്ള ബന്ധം വളരെ രീതിയിൽ മികച്ചതാകും. ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ഇണയുമായുള്ള നിങ്ങളുടെ ബന്ധവും നല്ല രീതിയിൽ തുടരുന്നതാണ്. നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങിക്കിട്ടും. നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി 11 ആലിലകൾ വൃത്തിയാക്കി ചന്ദനം കൊണ്ട് ശ്രീരാം എന്നെഴുതി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചാൽ സർവ്വ ദുരിതങ്ങളും വന്നു ചേർന്നത് മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്തത് ധനു രാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് നല്ല ദിവസങ്ങളായിരിക്കും ഇനി വന്നു ചേരുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ ആവശ്യങ്ങളും ചെലവുകളും എളുപ്പത്തിൽ നിറവേറ്റുവാൻ കഴിയും. പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നല്ല വരുമാനം വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾ വളരെ കാലമായി എന്തെങ്കിലും പ്രശ്നങ്ങളുമായി മല്ലിടുകയാണെങ്കിൽ അതെല്ലാം ഇല്ലാതാവുന്നതാണ്. ജോലിയുള്ള ആളുകൾക്ക് ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നതാണ്. നിങ്ങൾ പണം ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണമെല്ലാം തിരിച്ചു വരും.
ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ധനു രാശിക്കാരുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും. ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുക്തി നേടുവാൻ ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ സ്പർശിച്ച് അനുഗ്രഹം വാങ്ങുക. 11 പരിക്രമം കഴിഞ്ഞ് ഹനുമാൻ ചാലിസ ചൊല്ലുകയും ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്താൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. ഈ വിഷുക്കാലം മീനം രാശിക്കാർക്ക് നല്ല ദിവസങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ ബിസിനസ് വിപുലീകരണത്തെക്കുറിച്ച് ചിന്തിക്കാം. അതിൽ നിന്നും വലിയ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും വളരെയധികം ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ഒരു വസ്തു വാങ്ങുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുകയും നിങ്ങളുടെ പ്രതിരോധ ശേഷി വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അവിവാഹിതർക്ക് നല്ല ദിവസങ്ങളായിരിക്കും സമ്മാനിക്കുക. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തിലെത്തും. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി വന്നു ചേരാവുന്ന ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയും ചുവന്ന വസ്ത്രം ധരിക്കുക. ഹനുമാൻ സ്വാമിക്ക് ശർക്കരയും പയറും സമർപ്പിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.